എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി എൻ്റെ അമ്മൂമ്മയുടെ ഈ പുളിശ്ശേരിയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരൊക്കെ ഇത് ശരി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ നമ്മുടെ ഈ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രചോദനം ആവത്തുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. നമ്മളിന്ന് 1/2 ലിറ്റർ തൈരിനുള്ള റെസിപ്പിയാണ് പറയുന്നത്. ഒരു പാക്കറ്റ് തൈര്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കണം. ഒരു 4-5 കൊച്ചുള്ളി വേണം. അതുകൂടാതെ നമുക്ക് കടു വറുക്കാനായിട്ടും ഒരു 2-3 കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുത്. ഇതുകൂടാതെ ഒരു ചെറിയ വെളുത്തുള്ളി വേണം. ഇതിൽ കൂടുതലാവില്ല, വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതിൽ കൂടുതലാവരുത്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് വേണം. 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ വേണം. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1/4 ഭാഗം എടുത്താൽ മതിയാവും. ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്. ഇത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം 1/4 ടീസ്പൂൺ മുഴുവനത്തെയുള്ള ജീരകം ചേർത്ത് കൊടുത്താലും മതിയാവും. നേരത്തെ എടുത്തു വെച്ച കൊച്ചുള്ളി 2ആയിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല ഐസ്ക്രീം പോലെ ഇത് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം തന്നെ മുഴുവൻ വെള്ളം ചേർത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ മിക്സിയുടെ പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഐസ്ക്രീം പോലെ തരികളൊന്നുമില്ലാതെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൊണ്ട് മിക്സിയുടെ ജാറ് കഴുകി അതോടെ ചേർത്ത് കൊടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് അടിച്ചാണ് നമ്മൾ തൈര് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിൽ തന്നെ ഉടയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഈ മിക്സിയുടെ ജാറും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് ലൂസ് പോലെ ആക്കരുത്. 1 കപ്പ് വെള്ളമാണ് നമ്മൾ മൊത്തം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പുളിശ്ശേരി കലക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുണ്ടാക്കുന്ന പുളിശ്ശേരിയെക്കാട്ടിലും എപ്പോഴും ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പുളിശ്ശേരിക്കാണ്. വേറെ എവിടെ നിന്ന് കഴിച്ചാലും നമുക്ക് പിന്നീട് ഇഷ്ടം തോന്നില്ല. നമ്മളിതിൽ മഞ്ഞപ്പൊടി പോലും ചേർക്കുന്നില്ല. മഞ്ഞപ്പൊടി ഇടുന്ന പുളിശ്ശേരിക്കും ഇടാത്ത പുളിശ്ശേരിക്കും 2 ടേസ്റ്റാണ്, കളർ മാത്രമല്ല. അപ്പോൾ ഇനിയാണ് നമ്മളിത് അടുപ്പത്തേക്ക് മാറ്റുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഇളക്കി ചൂടാക്കി എടുക്കാനായിട്ട്. പുളിശ്ശേരി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേറെ പരിപാടിക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെ തന്നെ നിന്ന് ഇളക്കി വേണം നമ്മളിത് ചൂടാക്കി എടുക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തവിയിൽ നിന്ന് ആവി വരുന്നതാണ് ഒരു പരുവം പറയുന്നത്. അപ്പോൾ ഇതുപോലെ ആവി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. പുളിശ്ശേരി തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും കിട്ടില്ല. ഒരു 4 മിനിറ്റ് എടുക്കത്തുള്ളൂ ഇതൊന്നിങ്ങനെ ചൂടായി വരാനായിട്ട്. ആവി വന്നാലുടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം തന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടി നമ്മൾ ആദ്യം അടുത്ത് വെച്ചിട്ട് വേണം പുളിശ്ശേരി ഇങ്ങനെ ചൂടാക്കി എടുക്കാനായിട്ട്. ജസ്റ്റ് ആവി വന്നാലുടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്ത് താളിച്ച് കൊടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുകും വറ്റൽമുളകും ചെറുതായിട്ട് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. മുളക് പൊടി ഓപ്ഷണലാണ്, ഞാൻ എപ്പോഴൊന്നും ചേർത്ത് കൊടുക്കാറില്ല. പുളിശ്ശേരി വെളുത്തിരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കിട്ടും. അമ്മൂമ്മയുടെ അവിടെ എപ്പോഴും വെള്ള കളർ തന്നെയാണ്. പക്ഷേ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷം അമ്മ 1/4 ടീസ്പൂണും അല്ല, ഒരു നുള്ളു മഞ്ഞപ്പൊടി തേങ്ങ അരയ്ക്കുന്നതിൽ ചേർക്കുമായിരുന്നു. അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ പുളിശ്ശേരിയായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ. അതിലും ടേസ്റ്റ് വെള്ള കളറിൽ ഇരിക്കുമ്പോൾ തന്നെയാണ്. പണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ പുളിശ്ശേരി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ ചെന്ന് കമൻറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. അവിടെ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരെ വന്നിട്ട് അത്ര നല്ല പുളിശ്ശേരി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.